നമസ്തേ, രവിയാണ്. നാളെ നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പാണ്. അപ്പം ഒന്നൊരു പോസ്റ്റ് ഇടാം എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂസ് ചാനലുകൾ കണ്ടപ്പോൾ നമ്മളെപ്പോലെ ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും ഇതുപോലെ ഓരോ പോസ്റ്റ് ഇടണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ന് നിശബ്ദ പ്രചരണം ഇവിടുത്തെ രാജ്യദ്രോഹികൾ UDF LDFും മാധ്യമ വ്യഭിചാരികളും കൂടെ ചേർന്ന് ആഘോഷിക്കുകയാണ്. കേരളത്തിൽ BJP NDA വമ്പിച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പല സോഴ്സുകളിൽ നിന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന 10-30ഓളം സീറ്റുകൾ വമ്പിച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ 30 സീറ്റും ജയിക്കുന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിലും ഈ 30 സീറ്റിൽ വമ്പിച്ച മുന്നേറ്റം നടത്തുന്നു പറഞ്ഞ എന്തായാലും ഒരു 10ൽ കുറയാത്ത സീറ്റുകളിൽ NDA സഖ്യം ജയിക്കുന്നതാണ്. അപ്പോൾ ഈ ജയം തടയേണ്ടത് ആവശ്യം UDFനും LDFനും മാത്രമല്ല, തീവ്രവാദ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മാധ്യമ വ്യഭിചാരികൾക്കും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇവർ മാധ്യമ പ്രവർത്തനമല്ല നടത്തുന്നത്. മാധ്യമ പ്രവർത്തനം വ്യഭിചാരം നടത്തുന്ന ആൾക്കാരാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്ന മാധ്യമ വ്യഭിചാരികൾ. അങ്ങനെ തന്നെ പറയണം. എല്ലാവരും അങ്ങനെ തന്നെ പറയാൻ പഠിക്കണം. അവർ ചെയ്യുന്ന പരിപാടി വ്യഭിചാരമാണ്. ഇതിനു മുമ്പ് ഒരു LDF MLA ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പ്രതിഭ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലോ മറ്റേ ഒരു മാധ്യമ പ്രവർത്തകയോട് ചോദിച്ചിട്ടുണ്ട് ഇതിനേക്കാളും നല്ലത് ശരീരം വെക്കുന്നതാണെന്ന്. ഈ അടുത്തത് പ്രതിഭയ്ക്കെതിരെ വേറെ ആരോ എന്തോ പറഞ്ഞപ്പോൾ പ്രതിഭ പറഞ്ഞാന്ന് പറഞ്ഞ് വീണ്ടും സംപ്രേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വാസ്തവത്തിൽ പ്രതിഭ അന്ന് പറഞ്ഞത് കറക്റ്റായിരുന്നു. ഇവിടെ കേരളത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മാധ്യമ വ്യഭിചാരമാണ്. അവർ ശരീരം വെക്കുന്നില്ല എന്നേ ഉള്ളൂ. ശരീരം വെക്കുന്നതിനേക്കാളും നാണം കെട്ട പ്രവർത്തനമാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ആൾറെഡി പാലക്കാട് ജയിച്ചു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്തിട്ട് വോട്ട് വാങ്ങാൻ പോകണമെന്നാണ് പറയുന്നത്. പാലക്കാട്ടിൽ ശോഭാ സുരേന്ദ്രന് പണം കൊടുത്ത് വോട്ട് വാങ്ങേണ്ട സ്ഥിതിയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ വളരെയധികം മുന്നേറി കഴിഞ്ഞു. 10-25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവുകയാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ. ഇനിയിപ്പോൾ അവർ LDFും UDFും കൂടെ ഒന്നിച്ചിട്ട് അവിടെ വോട്ട് ചെയ്താലും ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു പരിപാടി കൊണ്ടുവന്നിരിക്കുക. 2 ദിവസം മുമ്പാണ് പത്മജ ജയിക്കുന്ന പറയുന്ന അവിടെ ഒരു കേരളത്തിലെ വൃത്തികെട്ട രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന TN പ്രതാപൻ. കേരളത്തിൽ കുറച്ച് ആൾക്കാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കുറേ ആൾക്കാർ മാന്യന്മാരായിട്ടുണ്ട്. പക്ഷേ വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അതിലൊന്നാണ് ഈ TN പ്രതാപൻ എന്ന് പറയുന്നവൻ. അവൻ തോൽക്കുന്നുള്ളത് ഉറപ്പാണ്. അവിടെ 3ാം സ്ഥാനത്തേക്ക് പോകും. അപ്പോൾ അവൻ പുതിയ പരിപാടിയും കൊണ്ടുവന്നിരിക്കണതാണ് അവിടുത്തെ ഒരു കിറ്റ് വിവാദം. പക്ഷേ ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇതൊക്കെ കൊണ്ടുപോയി. UDF LDF ഒക്കെ സ്വാഭാവികമായിട്ട് NDAനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യും. പക്ഷേ ഇത് വലിയ തോതിൽ കൊണ്ടുവരുന്നത് മാധ്യമ പ്രവർത്തകരാണ്. അതിൻ്റെ കാരണം ഇതുവരെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? കാരണം വളരെ വ്യക്തമാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് ഈ തീവ്രവാദ ഫണ്ടാണ്. അത് സത്യം പറഞ്ഞു വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫെയിലിയറായിട്ടാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെയൊക്കെ എപ്പോഴോ CBI ED NIA 3 ആൾക്കാരും കൂടെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്കൊന്നും സോഴ്സ് ഓഫ് ഇൻകം കാണിക്കാൻ പറ്റില്ല. 100% ഉറപ്പാണ്. അല്ലെങ്കിൽ BJPയോട് ഇവർക്ക് എന്താ വിരോധം? BJP പ്രവർത്തനം നടത്തുന്നതിൽ മാധ്യമ പ്രവർത്തകർക്ക് എന്തിനാ വിരോധം? അപ്പോൾ ആലോചിച്ചാൽ പോരെ. ഇവരുടെ ഫണ്ട് എന്ന് പറയുന്നത് കണക്ക് കാണിക്കാൻ പറ്റാത്ത സോഴ്സിൽ നിന്ന് വരുന്ന ഫണ്ടാണ്. ഇതിനെതിരെ നിൽക്കുന്നത് BJP മാത്രമാണ്. കേരളത്തിൽ അതായത് സോഴ്സ് ഓഫ് ഇൻകം കാണിക്കാതെ കള്ളപ്പണം കൊണ്ടുള്ള പരിപാടി നടത്തുന്ന ഏറ്റവും വലിയ കള്ളപ്പണ വ്യാപാരം നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ കേരളം. അതുകൊണ്ടാണ് നോട്ട് നിരോധനത്തിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും എതിർക്കപ്പെടാത്ത ഒരു സംഭവത്തിനെ കേരളത്തിൽ എത്രയധികം എതിർത്തത്. എന്നുവെച്ചാൽ ഇവിടെ കള്ളപ്പണം എന്ന് പറയുന്നതും കള്ള നോട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടുത്തെ വ്യാപാരങ്ങളുടെ ഒരു ഭാഗമായിട്ട് മാറി. ഇവിടെ നടക്കുന്ന അതൊക്കെയാണ് കള്ളപ്പണം, കള്ളനോട്ട്,
പിന്നെ വെള്ള കച്ചവടം പറഞ്ഞാൽ തണ്ണി കച്ചവടം, പിന്നെ ലോട്ടറി, അങ്ങനെയുള്ള പരിപാടികളല്ലാതെ ഇവിടെ വേറെ എന്താ വരുമാന മാർഗം? അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കൂട്ടുനിൽക്കുന്ന രണ്ട് സംവിധാനങ്ങൾ UDF LDF ആണ്. അപ്പോൾ ഇവർ മൂന്നാമതൊരു ശക്തി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ വൃത്തികെട്ട പരിപാടിയൊന്നും കേരളത്തിൽ നടക്കില്ല. അതായത് ഈ ത്രിമൂർത്തികളുടെ UDF LDF മാധ്യമ വ്യഭിചാരികൾ, ഈ മൂന്നാൾക്കാരുടെ ഈ വക പരിപാടികളൊന്നും BJP മൂന്നാമത്, ഇതിപ്പോൾ BJP ആയിക്കോട്ടെ NDA ആയിക്കോട്ടെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രേം നസീർ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നിന്നപ്പോൾ അതിനെ തകർത്തെറിഞ്ഞവരാണ് ഈ രണ്ട് കൂട്ടർ. അന്ന് മാധ്യമ വ്യഭിചാരികൾ ഉണ്ടായിരുന്നില്ല. അന്ന് ഈ UDF LDFും പ്രേം നസീറിനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാഗത്താക്കുകയും എന്നിട്ട് കോൺഗ്രസ്സിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് അയാളെ അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഈ കേരളത്തിൽ. മൂന്നാമതൊരു ശക്തിനെ വളർത്തിക്കൊണ്ടുവരാൻ സമ്മതിക്കില്ല ഇവരെന്ന് വെച്ചാൽ ഇവർ രണ്ടും അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇവർ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നതാണ്. BJP LDF പിന്നെ ഇത് VD സതീശൻ പറയും അവർ തമ്മിൽ ഒത്തുകളിയാണ്. UDFും BJPയും തമ്മിൽ ഒത്തുകളിയാണെന്ന് പറയും LDFുകാർ. വാസ്തവത്തിൽ വർഷങ്ങളായിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് ഇവിടെ ഒത്തുകളിക്കുന്ന ഈ രണ്ട് മുന്നണികളാണ്. ഈ അടുത്ത പ്രധാനമന്ത്രി വന്നപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞതിനേക്കാളൊക്കെ എത്രയോ വർഷം മുമ്പ് നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആ വർഷം മുതൽ കണ്ടു തുടങ്ങുന്നതാണ് ഇവർ തമ്മിലുള്ള ഒത്തുകളി. ഈ ഒത്തുകളി മൂന്നാമതൊരു ശക്തിനെ വളർത്താൻ ഒരു കാലത്തും പെടില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് എറണാകുളത്തിലെ 2020 ഇവർ രണ്ട് കൂട്ടരും കൂടെ ആക്രമിച്ചത്. വോട്ട് ചെയ്യാൻ പോകുന്നവരെ പോലും ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ടായി എറണാകുളത്ത്. അപ്പോൾ അങ്ങനെയാണ് ഈ UDF LDF. ഇതിനെ തകർത്തെറിയണമെന്നുള്ളത് ഇവിടെ സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ ആവശ്യമാണ്. ഈ മാധ്യമ വ്യഭിചാരികളുടെ പിന്നെ ഇതിലൊന്നും കുരുക്കിലൊന്നും കുടുങ്ങാതെ നാളെ വളരെ വ്യക്തമായിട്ട് ഈ മൂന്ന് വൃത്തികെട്ട സംവിധാനങ്ങൾക്കെതിരെ വോട്ട് രേഖപ്പെടുത്തണം. അത് രാജ്യത്തിന് ആവശ്യമാണ്, കേരളത്തിന് ആവശ്യമാണ്. മതേതര ചിന്താഗതിയോട് കൂടിയിട്ട് ജീവിക്കേണ്ട ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വംശജരുടെ പരമ്പരകൾക്ക് ആവശ്യമാണ്. ഇവിടെ മതേതരം നിലനിർത്തണം വെച്ചാൽ, സാധാരണ ജീവിതം നയിക്കണം വെച്ചാൽ, പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് ഇവിടെ കേരളത്തിൽ ജീവിക്കണം വെച്ചാൽ ഈ രണ്ട് ശക്തികളെ ഇല്ലാതാക്കണം. ഇവിടുത്തെ മാധ്യമ വ്യഭിചാരികളുടെ പ്രവർത്തനം നിർത്തലാക്കണം. അതിന് ഏറ്റവും നല്ലത് NDA സംവിധാനത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഭരണത്തിലേക്കൊന്നും NDAനെ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ കള്ളത്തരത്തിനെതിരെ ചോദ്യം ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 MLAമാരെങ്കിലും NDA സംവിധാനത്തിന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് വീണ്ടും പോസ്റ്റുകൾ ഞാനിടാം. കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ രാജ്യത്തിനെ ഒരുപാട് ഞാൻ സ്നേഹിക്കണം. ഇവിടുത്തെ ഈ കള്ളന്മാരുടെ കള്ളത്തരം കണ്ട് മതിയായിരിക്കണം എനിക്ക്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇനിയും പോസ്റ്റുകൾ ഇടും. എന്താ വെച്ചാൽ നാളെ ഇലക്ഷനാണ്. ഇനി നമ്മൾ ഈ ഒരൊറ്റ മിനിറ്റിൽ എടുക്കുന്ന തീരുമാനം 5 കൊല്ലം നമ്മൾ അബദ്ധത്തിൽ കുടുങ്ങാൻ പാടില്ല. അപ്പോൾ വീണ്ടും ജനങ്ങളെ അത് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ. എന്തായാലും ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാ ജനങ്ങളും കാണട്ടെ, എല്ലാവരും ബോധവൽക്കരിക്കപ്പെടട്ടെ. ഈ കള്ള സംവിധാനങ്ങളെ ഈ കേരളത്തിൽ നിന്ന് പടിയെടുത്ത് പിണ്ണം വെക്കണം. അതിനുള്ള സമയം വൈകിയിരിക്കണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.